ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിനു വർഗീസ്. ടെഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എക്സാമിനായിട്ട് തയ്യാറാകുന്ന എല്ലാ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും, അതായത് അനുജന്മാർക്കും അനുജത്തിമാർക്കും എല്ലാം തന്നെ ഞാനൊരു വിശ്വസ് നേരുകയാണ്. വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഈ വ്ളോഗ് ലോങ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാരണം പരീക്ഷയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പേര് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഞാനും അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞിട്ട് വന്നവനാണ്. കാരണം ഞാൻ +2 കഴിഞ്ഞായിരുന്നു, പത്താം ക്ലാസ് എഴുതിയായിരുന്നു, അതേപോലെ തന്നെ ഡിഗ്രിയുടെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയുടെ പരീക്ഷ എഴുതുമ്പോഴത്തേക്കിന് എനിക്ക് അരിയറൊക്കെ വന്നിട്ടുണ്ട്. ഞാനത്ര വലിയ സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ എന്നാലും ഡിഗ്രി എഴുതണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഡിഗ്രി എഴുതിയെടുത്തത്. എന്നാൽ പോലും ഒരു പേപ്പർ ബാക്കിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വരും. എഴുതാനുള്ളൊരു ചാൻസ്, ഓഫർ, അങ്ങനെ എല്ലാം തന്നെ വരും. നമുക്കതെല്ലാം വിട്ടേക്കാം. അന്നേരത്തേക്കിന് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പം തന്നെ തയ്യാറാകുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഴുതി കഴിഞ്ഞ പരീക്ഷ അതെങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ആ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്ത ആ ഉത്തരം എങ്ങനായിരുന്നു, അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. എഴുതിയ പരീക്ഷ അത് അന്നേരം നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വിട്ടിട്ട് പോവുക. അതാണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളത്തെ എക്സാം എന്താണോ അതിനു വേണ്ടിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതാണ്. പിന്നെ അടുത്ത കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടീച്ചേഴ്സ് അതേപോലെ തന്നെ സാറന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മക്കളെ, ഇത് നിങ്ങൾ നോക്കി പഠിക്കണം, ഇതായിരിക്കണം അത്യാവശ്യമായിട്ട് വേണ്ടത്. അങ്ങനെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ടീച്ചർമാർ പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക. പിന്നെ ഞാൻ പഠിച്ച കാലം തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ് ടൈം ലൈൻ എന്ന് പറയുന്നൊരു ഭാഗങ്ങൾ. അതായത് വേറൊന്നുമല്ല, വർഷങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ വർഷത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നൊരു പോയിൻ്റ് കണക്ട് ചെയ്ത് വരും. ആ ഒരു ബേസിസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനുമുള്ള ഉത്തരം തന്നെ നമുക്ക് ആ ടൈം ലൈനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ടൈം ലൈൻ ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ 1980 അല്ലെങ്കിൽ 1947 എന്ത് സംഭവിച്ചു, അങ്ങനെ ഓരോ സെപ്റ്റംബറിൽ എന്തോ സംഭവിച്ചു, അങ്ങനെ ഓരോ ടൈം ലൈൻ ബേസിസ് വരും. കൂടുതലും ഹിസ്റ്ററി, ജിയോഗ്രഫി, അതേപോലെ തന്നെ ബയോളജിയിൽ അങ്ങനെയൊക്കെ കുറേ ടൈം ലൈൻ ബേസിസ് വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓർക്കരുത് ഈ പറയുന്ന ആൾ അത്ര വലിയ മോട്ടിവേറ്റർ ആണോ എന്ന്. അല്ല, കാരണം ഞാൻ മോട്ടിവേറ്റർ അല്ല, ഞാനിത് കഴിഞ്ഞ് വന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നിങ്ങളോടിത് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാതിരിക്കാം. സന്തോഷത്തോടു കൂടി എല്ലാ കുഞ്ഞുങ്ങളും പോയി പരീക്ഷ എഴുതട്ടെ. ഇത് കാണുന്ന പേരൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ സന്തോഷത്തോടു കൂടി കൂടുതൽ പ്രഷർ കൊടുക്കാതെ അവരെ പരീക്ഷ എഴുതാനൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ റിലീജിയസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും ഇടയ്ക്ക് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലായിട്ട് പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകൾ എപ്പോഴും മനസ്സിൽ കിട്ടും. ഒരു ഓറ എപ്പോഴും നമ്മുടെ മനസ്സിൽ കിട്ടും. എക്സാമിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് ചെയ്യുന്ന ഒരു റിലീഫ് നമുക്ക് എപ്പോഴും കിട്ടും. അതുകൊണ്ട് തന്നെ എക്സാമിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള കൾച്ചറുകൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ചിന്തകളും നല്ലൊരു എക്സാമിൻ്റെ ചിന്തകളും എല്ലാം ഞാൻ ആശംസിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷത്തോടു കൂടി പോയി പരീക്ഷ എഴുതി വിജയിച്ച് വരേണ്ടതാണ്. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പരാജയപ്പെട്ടാൽ അതിന് അവസരങ്ങൾ വീണ്ടും ഉണ്ടാകും. നിരാശരാകരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്.